ഇന്ത്യയുടെ റാഫേലിനെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വമ്പൻ പ്രതിരോധ ആയുധം തന്നെ ഇറക്കിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ഇറക്കാൻ പോകുന്ന ഈ ആയുധം എന്ന് പറയുന്നത് വെറും പാട്ടയാണ് എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ റാഫേലിനെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ ചൈനയുടെ ഷെൻയാങ് J-35A 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളുടെ ഒരു സ്ക്വാഡ്രൺ ആണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഈ വിമാനത്തിന്റെ WS-21 എഞ്ചിൻ എന്ന് പറയുന്നത് 93 kN വരെ ത്രസ്റ്റ് ആണ് നൽകുന്നത്. ചൈനയുടെ അഭിപ്രായത്തിൽ ഇത് വ്യോമ സ്റ്റെൽത്തിലും മൾട്ടി റോൾ വൈദഗ്ധ്യത്തിലും ഒരു ക്വാണ്ടം കുതിപ്പ് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് കാരിയർ ഡെക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൈന ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ 28 ടണ്ണുള്ള എയർ ഫ്രെയിം ദക്ഷിണേഷ്യൻ യുദ്ധത്തിൽ ഇത് തളർന്നു പോയേക്കാം എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ഇപ്പോൾ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം സമുദ്രനിരപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്ത J-35A സ്കാഡ് പോലുള്ള ഉയർന്ന ഉയരങ്ങളിലെ പേലോഡ് നിയന്ത്രണങ്ങളെയും പഞ്ചാബിലെ ഈർപ്പമുള്ളതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായ സമതലങ്ങളെയും ഇതിന് നേരിടേണ്ടി വരും. അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭൂപ്രകൃതി അനുയോജ്യമായ ആസ്തികൾക്കെതിരെ ഇതിന്റെ ശക്തി വളരെയധികം കുറവാണ് എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ സുഹായ് എയർഷോയിൽ അരങ്ങേറ്റം കുറിച്ചതിനെ തുടർന്ന് കാരിയർ വഴിയുള്ള J-35ന്റെ കരയിൽ നിന്നുള്ള ഡെറിവേറ്റീവായ J-35A കയറ്റുമതിക്കായി വേഗത്തിൽ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. 2026 ആദ്യ പാദത്തോടെ പാകിസ്ഥാൻ പ്രാരംഭ ഡെലിവറികൾ നടത്തുമെന്ന റിപ്പോർട്ടുണ്ട്. WS-13 സീരീസിൽ നിന്ന് പരിണമിച്ച ഇരട്ട WS-21 ടർബോ ഫാനുകൾ ആഫ്റ്റർ ബർണറുകളുള്ള ഓരോന്നിനും 87 മുതൽ 93 kN വരെയാണ് ഇടക്കാല ത്രസ്റ്റ് നൽകുന്നത്. ഇത് മാക് 1.8 വേഗതയും 50,000 അടി സർവീസ് സീലിംഗുമാണ് നൽകുന്നത്. WS-19ലേക്കുള്ള ഭാവി അപ്ഗ്രേഡുകൾക്ക് ഇത് 98 kN ഉയർത്താനും പറ്റും. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഈ കാലാവസ്ഥയിൽ ഈ WS-21ന്റെ വിശ്വാസ്യത എന്ന് പറഞ്ഞത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഡെക്ക് അധിഷ്ഠിത സ്റ്റെൽത്ത് ജെറ്റ് എന്ന നിലയിൽ J-35Aയുടെ DNA ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയറും അതേപോലെ തന്നെ പ്രതിരോധ വസ്തുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ്. എന്നാൽ താഴ്ന്ന നിലയുള്ള ഓവർ വാട്ടർ സ്ട്രൈക്കുകളിൽ മാത്രമാണ് ഇത് ഇത്രയധികം മികച്ചതാക്കുന്നത്. എന്നാൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഇതിന് വളരെയധികം ദുർബലതകളാണ് ഉള്ളത്. 28,000 കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് ഭാരത്തിൽ PL-15 മിസൈലുകളോ ലേസർ ഗൈഡഡ് ബോംബുകളോ സംഭരിച്ചിരിക്കുന്ന ആന്തരിക ബേകൾക്ക് 7,000 കിലോഗ്രാം പേലോഡ് താങ്ങാൻ കഴിയും. എന്നാൽ ചൂടും ഉയർന്നതുമായ അന്തരീക്ഷത്തിൽ വായു സാന്ദ്രത കുറയുന്നത് എഞ്ചിന്റെ കാര്യക്ഷമതയെ കുറയ്ക്കുകയും ത്രസ്റ്റ് 20 മുതൽ 30% വരെ കുറയ്ക്കുകയും ചെയ്യും. ഇതുവഴി ഇന്ധന ആയുധ ലോഡുകൾ കുറയ്ക്കുകയും ചെയ്യും. 7,500 അടി ഉയരത്തിൽ സ്കാഡ് പോലുള്ള ഫോർവേഡ് ബേസുകൾ പരിപാലിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഇത് കനത്ത ആഘാതമാണ് നൽകുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ഗിൽഗിൽ ടു ബാൾട്ടിസ്ഥാൻ, അതായത് ഇതൊരു ഹൈലി മൗണ്ടഡ് ഏരിയയാണ്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പെട്രോളിങ്ങിന് വളരെയധികം തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. എന്നാൽ ഒപ്റ്റിമൈസ് ചെയ്യാത്ത ജെറ്റുകൾക്ക് ഈ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ്. അതേപോലെ തന്നെ ഈ സ്ക്വാഡുവിലെ സമീപകാല ഉയർന്ന തീവ്രതയുള്ള ഡ്രില്ലുകൾ IAFന്റെ കടന്നുകയറ്റങ്ങൾ തടയുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്നതാണ്. എന്നാൽ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ J-35ന്റെ സമുദ്രനിരപ്പ് ട്യൂണിംഗ് എന്ന് പറയുന്നത് അതിനെ ഭാരം കുറഞ്ഞ കോൺഫിഗറേഷനിലൊക്കെ പരിമിതപ്പെടുത്തിയേക്കാം. അതായത് ഇത് വഹിക്കുന്ന പേലോഡ് എന്ന് പറയുന്നത് യുദ്ധ ദൂരത്തിനായുള്ള പേലോഡിന്റെ വളരെയധികം പകുതി പോലെയായിരിക്കും. ടിബറ്റൻ പീഠഭൂമികളിലേക്ക് മാറ്റുന്ന കാരിയർ പോരാളികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരിക്കും. എഞ്ചിനുകളും വിമാനങ്ങളും കടൽ അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ തന്നെ ഉയർന്ന ഉയരത്തിൽ കനത്ത പേലോഡ് വഹിക്കാൻ, അതായത് 28 ടൺ പേലോഡ് വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയില്ല. ഇതുമൂലം PAF പൈലറ്റുമാർക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് ഇത് ലഡാക്കിൽ നോക്കുകയാണെങ്കിൽ ലഡാക്ക് എന്ന് പറയുന്നത് IAFന്റെ സുഗോ 30 MKകൾക്ക് മുൻതൂക്കം നൽകുന്ന ഭൂപ്രദേശമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് PAFന് ബുദ്ധിമുട്ടായി തീരുന്നു. ഇത് മാത്രമല്ല, ഈ PAFന്റെ സർഗോദ റാഫിക്കി ബേസുകളുടെ ആസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഈ പഞ്ചാബിന്റെ പ്രവർത്തന കേന്ദ്രം നിരന്തരമായ പൊടിക്കാറ്റുകളും മൺസൂണും ഈർപ്പവും നേരിടുന്നുണ്ട്. വിദേശ വസ്തുക്കളുടെ കേടുപാടുകൾ, കംപ്രസർ സ്റ്റോളുകൾ എന്നിവയുടെ എഞ്ചിന്റെ തേയ്മാനം ത്വരിതപ്പെടുത്തുന്നു. അതായത് ഈ ആഗോള പഠനങ്ങൾ കാണിക്കുന്നത് പൊടി നിറഞ്ഞ വിമാനത്താവളങ്ങൾക്ക് ജെറ്റ് എഞ്ചിന്റെ ആയുസ് പകുതിയായി കുറയ്ക്കാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചൈനയുടെ WS-21 പോലുള്ള ചൈനീസ് എഞ്ചിനുകൾ വളരെയധികം കരുത്തുറ്റതാണ് എങ്കിലും ഈ എഞ്ചിന് കേടുപാടുകൾ സംഭവിക്കുന്നു. അതായത് ഈ എഞ്ചിനിൽ പാശ്ചാത്യ എഞ്ചിനുകൾ പാശ്ചാത്യ എതിരാളികളുടേതുപോലെ കണിക വേർതിരിക്കുന്ന സാങ്കേതിക വിദ്യ ഇല്ല.
ഇങ്ങനെ പാകിസ്ഥാന്റെ ഈ വരണ്ട കാലാവസ്ഥയിൽ പതിവായി ഓവർഹോളുകൾ നടത്തേണ്ടി വരുമെന്ന് അപകട സാധ്യതയുമുണ്ട്. പഞ്ചാബിലും മേഖലയിലെ ഈർപ്പവും പൊടിയും നിറഞ്ഞ അവസ്ഥ കാരണം വൈദ്യുതി നഷ്ടപ്പെടുന്ന മറ്റു പ്രദേശങ്ങളിലും ഈ വിമാനം പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ സ്റ്റെൽത്ത് കോട്ടിങ്. അതായത് ഈ ഈർപ്പം മൂലം ഇതിന്റെ സ്റ്റെൽത്ത് കോട്ടിങ് നശിക്കുന്നു. അതേസമയം പൊടി നിറഞ്ഞ ടേക്ക് ഓഫുകൾ WS-21ന്റെ ഓവർഹോളുകൾക്കിടയിലുള്ള ശരാശരി സമയത്തെ അതായത് MTBOയെ ഇല്ലാതാക്കും. 2025 മെയ് മാസത്തിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ PAFന്റെ J-10Cകൾ പഞ്ചാബ് ആകാശത്ത് തിളങ്ങി നിന്നു എന്ന് വേണം പറയാൻ. എന്നാൽ J-35A സ്ക്വാഡ്രണുകളിലേക്ക് സ്കെയിൽ ചെയ്യുന്നതിന് അടിസ്ഥാന സൗകര്യ നവീകരണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ തേജസിനോടും റാഫേലിനോടുമെല്ലാം ഉയർന്ന ഉയരത്തിൽ വളരെയധികം മികവ് പുലർത്തുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന J-35A താഴ്ന്ന നിലയിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളിൽ മാത്രമാണ് മികവ് പുലർത്തുന്നത്. പക്ഷേ മത്സരിക്കുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ ഇത് വളരെയധികം തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇപ്പോൾ രഹസ്യമായി ബൂസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ചൈനയുടെ ഈ J-35A യുദ്ധവിമാനം ഒരു വലിയ തോൽവി ആയിരിക്കും എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഈ J-35A ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ആവട്ടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ LACയിൽ ചൈനയുടെ ഉയർന്ന ഉയരത്തിലുള്ള വ്യോമ താവളങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന വ്യോമ ഭീഷണികൾക്കുള്ള തന്ത്രപരമായ പ്രതികരണമായി ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക പർവ്വത റഡാറുകളുടെ വികസനത്തിന് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. തദ്ദേശീയ നവീകരണത്തിൽ വേരൂന്നിയ ഈ സംരംഭം ലോകത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഒന്നിൽ ഇന്ത്യയുടെ മുൻകൂർ മുന്നറിയിപ്പ് ശേഷി വർദ്ധിപ്പിക്കുകയാണ്. ചൈനയുടെ J-20 പോലുള്ള 5ാം തലമുറ വിമാനങ്ങളുടെ കുറഞ്ഞ നിരീക്ഷണ ഗുണങ്ങളെ നിർവീര്യമാക്കാനാണ് ഇത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. സ്റ്റെൽത്ത് ജെറ്റുകൾ ഉപയോഗിക്കുന്ന റഡാർ ക്രോസ് സെക്ഷൻ റിഡക്ഷൻ തന്ത്രങ്ങളെ മറികടക്കാൻ VHF ബാൻഡ് പ്രവർത്തനങ്ങൾ, ഫോട്ടോണിക് സിഗ്നൽ പ്രോസസിംഗ് തുടങ്ങിയ ആന്റി സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2027 പരീക്ഷണങ്ങൾക്കായി പ്രോട്ടോടൈപ്പുകൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ റഡാറുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി തടസ്സമില്ലാതെ സംയോജിപ്പിക്കുകയും ചെയ്യും. ഇത് S-400 ട്രയംബ്, തദ്ദേശീയ ആകാശ് NG മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ആസ്തികൾക്ക് തത്സമയ ഡേറ്റ നൽകും. ഈ ചൈനയുടെ ഈ J-20 പോലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഈ കോണീയ രൂപീകരണം, റഡാർ ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ, പ്ലാസ്മ സ്റ്റെൽത്തിങ് എന്നിവയിലൂടെ പരമ്പരാഗത റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇവ ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളെ ചിതറിക്കുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ റഡാർ സ്ക്രീനുകളിൽ ഒരു ഗോൾഫ് ബോളിനേക്കാൾ വലുതായി ദൃശ്യമാകുകയില്ല. ഇവിടെ ഈ പരമ്പരാഗത റഡാറുകൾക്ക് ഇങ്ങനെ ഇവയെ J-20 വിമാനങ്ങളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഈ ചെറിയ തരംഗങ്ങൾ എന്ന് പറയുന്നത് എളുപ്പത്തിൽ വ്യതിചലിക്കപ്പെടുന്നു. ഇത് കണ്ടെത്തൽ പരിധികൾ വെറും 10 കിലോമീറ്ററുകളായി പരിമിതപ്പെടുത്തുന്നു. ഇവിടെയാണ് നമ്മുടെ DRDOയുടെ ഒരു പരിഹാരം. 30 മുതൽ 300 മെഗാഹെർട്സിന് ഇടയിൽ പ്രവർത്തിക്കുന്ന ദീർഘ തരംഗദൈർഘ്യമുള്ള VHF വഴി അല്ലെങ്കിൽ UHF ഇതുവഴി ഈ ബാൻഡുകളിലേക്ക് ഇത് തിരിയുന്നു. അവിടെ സ്റ്റെൽത്ത് ഡിസൈനുകൾ ഫലപ്രദമല്ല. ഈ താഴ്ന്ന ഫ്രീക്വൻസികൾ വിമാനത്തിന്റെ അളവുകളുമായി താരതമ്യപ്പെടുത്താവുന്ന തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ജെറ്റിന്റെ ആകൃതി പരിഗണിക്കാതെ ഫലപ്രദമായി പ്രകാശിക്കുന്നു. ഉദാഹരണത്തിന് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇതിനകം പരിമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന തദ്ദേശീയ ആന്റി സ്റ്റെൽത്ത് VHF റഡാറിനെ 100 നോട്ടിക്കൽ മൈൽ അപ്പുറം താഴ്ന്ന RCS ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇത് വിരൂപാക്ഷ ഗ്യാൻ AESA റഡാർ ഉപയോഗിച്ച് നവീകരിച്ച IAFന്റെ സുഖോ 30 MK യുദ്ധവിമാനങ്ങളെ ആസ്ട്ര മാർക്ക് 2 മിസൈലുകൾ ഉപയോഗിച്ച് ദൃശ്യപരിധിക്കപ്പുറം ദൂരങ്ങളിൽ ഇടപഴകാൻ സാധിക്കുന്നു. ഇതിന്റെ ഒരു ഉയർന്ന റെസൊല്യൂഷൻ ഇമേജിംഗ് എന്ന് പറയുന്നത് ഫോട്ടോണിക് പ്രോസസിംഗ്, സൂക്ഷ്മമായ ബീം വീതിയും 3D മാപ്പിംഗുമാണ് നൽകുന്നത്. ഏകദേശം 15,000 അടിക്ക് മുകളിലുള്ള ഉയരത്തിൽ പോലും പക്ഷികൾ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ എന്തെങ്കിലും പ്രതിധ്വനികൾ പോലുള്ള അലങ്കോലങ്ങളിൽ നിന്ന് പോലും സ്റ്റെൽത്ത് ജെറ്റുകളെ വേർതിരിച്ചറിയാൻ ഇതുമൂലം സാധിക്കുന്നു. ഇത് നമ്മുടെ കിഴക്കൻ ലഡാക്കും അരുണാചൽ പ്രദേശും ഒക്കെ എങ്ങനെ കവർ ചെയ്യുന്നു എന്ന് നോക്കിയാൽ ദൗലത്ത് ബേഗ്, ഓൾഡി, തവാങ് തുടങ്ങിയ ഫോർവേഡ് ബേസുകളിൽ 10 മുതൽ 15 വരെ റഡാർ നോഡുകൾ ഉണ്ടായിരിക്കും. ഇത് ചൈനയുടെ ഹോട്ടൻ, എൻഗാരി, ഗുൻസ എയർഫീൽഡുകളിൽ നിന്നുള്ള
വ്യോമ ഗതാഗതം നിരീക്ഷിക്കുന്നതിനായി ഒരു നെറ്റ്വർക്ക് വേലി തന്നെ രൂപപ്പെടുത്തും. ഇത് കാരക്കോരം റേഞ്ച് പോലുള്ള ഉയർന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അക്സായി ചിൻ ബൾജിന് മുകളിലൂടെയുള്ള കവറേജും വ്യാപിപ്പിക്കും. ഇങ്ങനെ 2028 തുടക്കത്തിൽ 20 യൂണിറ്റുകൾ എന്ന നിലയിൽ ഘട്ടം ഘട്ടമായി ഇത് നടപ്പിലാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നേത്ര മാർക്ക് 1A പോലുള്ള AEWNC പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇത് ഡേറ്റ നൽകുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നുള്ള ജെറ്റുകളെ ട്രാക്ക് ചെയ്യാൻ പർവ്വത റഡാറുകളുമായി മുന്നോട്ട് പോവുകയാണ്. ചൈനയുടെ ഉയർന്ന ഉയരത്തിലുള്ള വ്യോമ താവളങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന വ്യോമ ഭീഷണികൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയായിരിക്കും ഈ റഡാർ. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.